പാലക്കാട് വണ്ടാഴിയിൽ മധ്യവയസ്കൻ ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു. ഭാര്യ സംഗീതയെ കോയമ്പത്തൂരിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ഭർത്താവ് കൃഷ്ണകുമാർ നാട്ടിലെത്തി സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത്. എയർഗണ്ണിൽ നിന്ന് വെടിവെച്ചതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഇയാൾ ഭാര്യയെ എപ്പോഴാണ് കോയമ്പത്തൂരിൽ വെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്? ഇയാൾ എപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ മണിക്കൂറിൽ? ലക്ഷ്മി, ഇന്ന് രാവിലെയാണ് രണ്ട് നടുക്കുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നത്. രാവിലെ ഭാര്യയെ കോയമ്പത്തൂരിൽ, ഇവർ ഒരുമിച്ച് താമസിക്കുന്നു, കോയമ്പത്തൂരാണ്, അവിടെ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഈ എയർഗൺ കൊണ്ട് തന്നെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നാട്ടിൽ വന്ന തറവാട് വീടായ വണ്ടാഴിയിലെ വീട്ടിലാണ് ഈ കൃഷ്ണകുമാർ സ്വയം വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. ഈ കോയമ്പത്തൂരിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലെ ഗേറ്റിന് സമീപത്ത് വെച്ച് തന്നെയാണ് സ്വയം വെടിയേറ്റ് മരിച്ചതിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് ഇതിന്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. തമിഴ്നാട് പോലീസ് കോയമ്പത്തൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ബന്ധപ്പെട്ട് ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ കൃഷ്ണകുമാറും ഇപ്പോൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട് പോലീസും ഇങ്ങോട്ടേക്ക് പാലക്കാട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ വണ്ടാഴിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശാന്തകുമാർ, ഇവരുടെ പശ്ചാത്തലം എന്താണ്? എന്ത് കാര്യത്തിനാണ് ഈ തരത്തിൽ കൊലപാതകവും ആത്മഹത്യയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത്തരം കാര്യങ്ങൾ എല്ലാം പോലീസും അന്വേഷിച്ചു വരികയാണ്. ഇവർ തറവാട് വീട്ടിലല്ല ഇവരുടെ താമസം. ഇവർ കോയമ്പത്തൂരിലാണ് താമസിക്കുന്നത്, ഭാര്യയും ഭർത്താവും. അവിടെ വെച്ചാണ് ഇപ്പോൾ ഭാര്യയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് വീട്ടുകാർ, ഇവിടുത്തെ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ കൃത്യമായ ധാരണയില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാർക്ക് ഇവരെ കുറിച്ച് അത്തരം മോശ അഭിപ്രായമൊന്നും നേരത്തെ ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ ഈ കൊലപ്പെടുത്തിയതിന്റെ കാരണത്തെ കുറിച്ച് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇവരുടെ മറ്റ് പശ്ചാത്തലമെല്ലാം പോലീസ് പരിശോധിച്ചു വരികയുമാണ് ഇപ്പോൾ. ലക്ഷ്മി, കൂടുതൽ വിവരങ്ങൾ ഈ വിഷയത്തിൽ ലഭ്യമാകേണ്ടതുണ്ട്. ശാന്തകുമാർ വെള്ളാലത്താണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്നും.